തന്നെ ഭയങ്കര ഒരു വല്ലാത്തൊരു മണ്ണാണ്. സിനിമക്ക് പാട്ടിനും തന്നെ വല്ലാത്തൊരു മണ്ണാണ്. ഹായ്, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. ഞാൻ മുജീബ് റഹ്മാൻ കല്ലായിപ്പാലം. ഞാൻ റാസി കുഞ്ഞിപ്പള്ളി. ഇപ്പോൾ ഉള്ളത് മുജീബിൻ്റെ സ്ഥലത്താണ്, കല്ലായിലാണുള്ളത്. റാസി കുഞ്ഞിപ്പള്ളിയെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയണം. ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഷെരീഫ് ക, ആസിഫ്, സുജാത, രഹന, അങ്ങനെ കണ്ട മാപ്പിളപ്പാട്ടിലെ പ്രമുഖരൊക്കെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ഈ ഇളയ കലാകാരനിക്ക് ഒരു പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും മുപ്പരിന്ന് ഇവിടെ വന്നപ്പോൾ കുറച്ച് വിശേഷങ്ങൾ പറയാം, പങ്കുവെക്കുക എന്നുള്ള ഇതിലാണ്. റാസിഖ് ഭായ് പറയും, നിങ്ങൾ ഈ മാപ്പിളപ്പാട്ട് രംഗത്ത് എത്ര കാലമായി? ഞാനിപ്പോൾ ഈ 2025 25 വർഷം. 2000 ആദ്യം വരുന്നത്. 2000 കൊച്ചിൻ ഷമീറിൻ്റെ സംഗീതത്തിൽ എഴുതിയിട്ടായിരുന്നു. മിസിരിയത്ത് എന്നാണ് ആൽബം. നല്ല ഹിറ്റായിരുന്നു. കണ്ണൂർ ഷെരീഫ് രഹനത്താണ് പാടിയത്. അന്ന് കൂടെ എഴുതിയത് പാപ്പുപള്ളിപ്പറമ്പ് ഓം കരുവാരക്കൊണ്ടാണ്. വലിയ ആളുകളോട് ചെയ്യാൻ പറ്റിയ ആ കാലത്ത്. പിന്നീട് അവരെ കൂടിയാണ് ആദ്യമായിട്ട് വന്നത്. പിന്നീട് കൽബാണ് ഫാത്തിമ, അജ്മലത്ത്, അങ്ങനെ ഒരു സൂപ്പർ. കൽബാണ് ഫാത്തിമയിലേതാ? നമ്മളെ റഫീഖ പാടി അല്ലേ? താജുദ്ദീനാണ് സംഗീതം ചെയ്തത്. അടിപൊളി. എന്തായാലും നമ്മളെ റഫീഖിനെ പറ്റി പറയുകയാണെങ്കിൽ കമ്പോസർ റഫീഖ്. കൽബാണ് ഫാത്തിമക്ക് മുമ്പ് എം കുഞ്ഞിമൂസക്കയും താജുദ്ദീനും ഞാനും കൂടി ഒരു ആൽബം ചെയ്തിരുന്നു. കുഞ്ഞിമൂസക്ക ഒരു ഭക്തിഗാനം ചെയ്തിട്ടുണ്ട്. ഹക്കീക്കത്ത് എന്നാണ് എൻ്റെ പേര്. അതിൻ്റെ ശേഷമാണ് കൽബാണ് ഫാത്തിമ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ സംഗീതം ചെയ്തത് ഹക്കീക്കത്തിലാണ്. അത് വലിയൊരു ഭാഗ്യം കിട്ടിയ കുഞ്ഞിമൂസക്കാൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. അപ്പോൾ അതായിരുന്നു നമ്മളെ ആ കാലഘട്ടത്തിന് ഏറ്റവും വലിയ വിജയം. വലിയ വലിയ ആളുകളോട് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ പാട്ടിൽ ഒരുപാട് പാട്ട് എനിക്ക് ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുണ്ട്. അതിൽ 2-3 പാട്ടപ്പോൾ ഒരുപാട് പാട്ട് ഇഷ്ടമാണ്. അതിലാണ് നമ്മൾ ആസിഫ് പാടി നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ നേരറിയുന്നോ നീയാണല്ലാ. അത് രചന മാത്രമേ എൻ്റെ ഉള്ളൂ. സംഗീതം അതും കൊച്ചിയാണ്. കൊച്ചി. പിന്നെ അതുപോലെ തന്നെ അതെ അതും സംഗീതം കൊച്ചിയാണ്. കൊച്ചിയുടെ സംഗീതത്തിൽ കൊച്ചി ആണ് നിങ്ങളെ ഗുരു. അതെ, കൊച്ചി സംഗീതത്തിൽ ഒരുപാട് പാട്ട് നല്ല നല്ല. പിന്നെ ഞാൻ സ്വതന്ത്രമായി ചെയ്തതാണ് മനസ്സിലെ ചന്താമരപ്പൂവേ. അത് ഷെരീഫ് ഖാൻ്റെ ഒരു പാട്ട് ഇപ്പോൾ നിങ്ങൾ റിമിക്സിൽ ഞാൻ കേട്ടത്. ഒരു പാട്ട് ഷെരീഫ് ഖാൻ്റെ 100ഓളം പാട്ടുകളുണ്ട്. 100ഓളം പാട്ടുകൾ. അതിൽ എൻ്റെ സംഗീതത്തിൻ്റെ 10-50 പാട്ടുണ്ട് അല്ലേ? അല്ലാതെ കൊച്ചിൻ്റെ സംഗീതത്തിൽ ഇതിൻ്റെ താജു ഖാൻ്റെ അങ്ങനെ പലതരം സംഗീതത്തിലൊക്കെ എഴുതിയ പാട്ടുകളുണ്ട്. ഈ സംഗീത രംഗത്ത് മറക്കാൻ പറ്റാത്ത വേദനകൾ കിട്ടിയിട്ടുണ്ടോ? വേദനകളൊക്കെ എപ്പോൾ കിട്ടും. അതൊക്കെ ഈ മേഖലയിൽ പൊതുവായിട്ടുള്ളതാണ്. പിന്നെ വേദനിക്കാതെ അങ്ങ് പോവാ, ആരോടും പറയാതെ. എന്നാലും നമ്മളിവിടെ എത്തിയല്ലേ, ആ ഒരു സന്തോഷം. പിന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. 500-ൽ കൂടുതൽ പാട്ട് എഴുതിയാണ്. 500 അല്ലേ? 500-ൽ കൂടുതലായി. കറക്റ്റ് കണക്കൊന്നുമില്ല, എന്നാലും 500-600 ആയി എന്ന് എനിക്ക് തോന്നുന്നത്. റാസിഖ് ഭായ്, ഇപ്പം നിങ്ങൾ എഴുതിയതിൽ നിങ്ങൾക്ക് മനസ്സിൽ എന്നും തങ്ങിയിരിക്കുന്നൊരു പാട്ടുണ്ടാവും, നിങ്ങളതായിട്ടുള്ളൊരു മനസ്സിൽ എന്നും ഉണ്ട്. അങ്ങനെ ഒന്നല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ ഞാനൊരു ഹബീബിൻ്റെ നാട് എന്നുള്ളൊരു ആൽബം ചെയ്ത് തരാൻ കുറച്ചുകൂടി പോപ്പുലറായി. ആസിഫ് കാപ്പാടും ഷെരീഫ് ഖാനും പാടുക. അതിൽ ഹബീബിൻ്റെ നാട് കാണാൻ, മദീന റൗള കാണാൻ, അറഫ സംഗമം കാണാൻ, എന്നെയും എത്തിക്കണേ നാളാ. അന്ന് ഞാൻ തന്നെ രചനയും സംഗീതമാണ് മുഴുവൻ പാട്ടുകളും ചെയ്തത്. 10 പാട്ടുകളുണ്ട്. ആ ആൽബം നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അതോടുകൂടിയാണ് CD-ൻ്റെ കാലഘട്ടം. CD അവസാനം എനിക്ക് വന്ന എൻ്റെ ആൽബം അതാണ്. CD ഇറങ്ങിയത്. അത് നന്നായിട്ട് CD ചിലവായി. അതിന് ശേഷം അവസരങ്ങൾ ഒരുപാട് വന്നു. ഗൾഫിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി. നെട്ടുകൈകളാണ് എൻ്റെ നെട്ടുകൈകൾ നോവുന്നതൊക്കെയാണ് സൂപ്പർ ഹിറ്റ്. പക്ഷേ എനിക്കൊരു ഭാഗ്യമായിട്ട് വന്നത് ഹബീബിൻ്റെ നാടാണ്. പിന്നെ അതിനുശേഷം ഹബീബിൻ്റെ നാടിന് ശേഷം ആസിഫ് കാപ്പാട് എൻ്റെ കൂടുതൽ പാട്ടുകൾ പാടി തുടങ്ങിയപ്പോഴാണ് ഗൾഫിലൊക്കെ എത്തിപ്പെടാനുള്ള കാരണം ഉണ്ടായത്. അതിനും 10 കൊല്ലം മുന്നേ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ അറിയപ്പെട്ടത് ആസിഫിൻ്റെ ഒരു ട്രിപ്പ് നമ്മൾ പോയിട്ടില്ല. ഒന്നല്ല, നമ്മൾ 2-3 ട്രിപ്പ് പോയി. 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ മുജീബ്, നിങ്ങൾ പാടിയ എന്തൊരു പാട്ടുണ്ട്? അതുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട്. ഓർമ്മ ഉണ്ട്? അത് ഉണ്ട്. നീതിമാനല്ലാ നീ കാവലല്ലാ നീട്ടുമീ കൈകൾ നീ സ്വീകരിക്കല്ല നീ സ്വീകരിക്കല്ല
മുജീക്ക ഭക്തിഗാനം അങ്ങനെ പാടില്ല. ഇല്ല, അതിന്റെ രസം എന്താ വെച്ചാൽ എനിക്ക് അന്ന് വായിക്കാൻ അറിയില്ല എന്നുള്ളത് അന്നല്ല നിങ്ങൾ അറിയുന്നത്. അതെ അതെ അതെ. കാരണം അല്ല, അതിനു മുമ്പ് നിങ്ങൾ എന്റെ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ സ്റ്റുഡിയോയിൽ നിന്നിട്ട് വേർക്കൽ അത് സ്വാഭാവികമായിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു ബന്ധം നമ്മളിപ്പോ എത്ര കൊല്ലായി? ഒരുപാട് കൊല്ലായി അല്ലേ? 10 കൊല്ലം കഴിഞ്ഞു. ഇത് കല്ലായിപ്പാലം ഇറങ്ങിയിട്ട് എത്ര വർഷമായി? 2006 2020 അതിന് മുമ്പേ പരിചയമുണ്ട്. കല്ലായിപ്പാലം പാടുന്നതിന് മുമ്പേ പരിചയമുണ്ട്. പക്ഷെ നമ്മളെ പിരിയാത്തൊരു ബന്ധമുണ്ട് ഈ 10 കൊല്ലത്തിൻ്റെ. തീർച്ചയായും ഈ മേഖലയിൽ അങ്ങനെ നിൽക്കൂല. കാരണം 6 മാസം ഒരാളായിട്ട് കമ്പനി ഉണ്ട്, അടുത്ത 6 മാസം അവരുമായിട്ട് കമ്പനി ഉണ്ടാവില്ല. ഈ പാട്ടിന്റെ മേഖലകൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. സംഗീതം പക്ഷെ ഞാൻ എല്ലാവരുമായിട്ട് ഇപ്പോഴും ആ കണക്ഷനിൽ ഇന്നും മുന്നോട്ട് പോകുന്നത്. അല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിലനിൽപ്പുള്ളത്. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പാടുള്ളൊരു മേഖലയാണ്, അറിയാലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെ പാടാനായിട്ട് അങ്ങനെ പോകാറില്ല. അല്ല, നിങ്ങൾ പാട്ട് പൊന്ന് അടുത്ത് അതൊരു ആഗ്രഹം കൊണ്ട് പാടില്ല. ഒരു 20 കൊല്ലം മുന്നേ ഒരു പാട്ട് പാടി പാടണം. അതായത് നിങ്ങളെ പോലത്തെ നല്ല പാട്ടുകാരുണ്ടാവും. നമ്മളെ പാട്ടിന് അത്ര വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ വന്നത് എന്താ വെച്ചാല് നമ്മളൊരു പുതിയൊരു വർക്കിന്റെ ഒരു പണിപ്പുരയിലാണ് ഉള്ളത്. നിലം ഏകദേശം അതിന്റെ റെക്കോർഡിങ് 31-നാണ് ഉള്ളത്. മുജീബ് മാത്രമല്ല, നമ്മളെ പ്രിയപ്പെട്ട സുഫൈൽ ഉണ്ട്, പിന്നെ റിയാന 4 പേര് ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ്. എന്താണെങ്കിൽ ആ ഒരു വർക്കിന്റെ പരമായിട്ട് മുപ്പര് വന്നപ്പം കല്ലായി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ ഒരു മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് പാട്ടുകളും ഒരുപാട് സിനിമകളും ഒരുപാട് കലാകാരന്മാരുള്ള മണ്ണ്, ബാബുരാജിന്റെ മണ്ണ്. അപ്പൊ എന്താണെങ്കിലും ആ ഒരു മണ്ണൊന്ന് കാണിച്ചു കൊടുക്കുക. അത് മാത്രമല്ല, ഇതിപ്പോ എന്തായാലും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കും, നിങ്ങളെ കല്ലായിപ്പൽ 2 പേര് എന്തായാലും കമന്റിൽ കാണുന്നുണ്ട് ഒന്നും. പക്ഷെ അതിനെക്കാട്ടൊക്കെ ഇഷ്ടം 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, ആ കല്ലായി തീരത്ത് കാറ്റിന്റെ ഓരത്ത് കിഴമ്പ് കൊട്ട കല്ലായി നിന്നും അങ്ങ് മാനാഞ്ചി, അങ്ങനെ കല്ലായി എന്നാണ് ഒരുവിധ പാട്ട്. കല്ലായി കടവത്ത് കാറ്റൊന്നും മിണ്ടിയില്ലേ. പിന്നെ കാണാക്കിനാവിലൊരു പാട്ടുണ്ട്, നല്ലൊരു പാട്ട് മറന്നുപോയി. അപ്പോ അങ്ങനൊക്കെയുള്ളൊരു മണ്ണാണ്. ജലാലിന്റെ ഒരു പാട്ടുണ്ട്, കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴ കല്ലാണ്. നിങ്ങളെ കല്ലായി കൂടി 2 പേര്. കല്ലായി പാലം പൊന്നാക്കി തന്നാലും പിന്നെ നിന്നെ മറക്കില്ല ഞാൻ, കണ്ണേയൻ കൺമണിയേ ഇന്നും എൻ്റെ ജീവനാണു നീ. അതാണപ്പോൾ കല്ലായി. അങ്ങനെ കല്ലായി എന്ന് പറഞ്ഞ പാട്ടൊക്കെ മൊത്തത്തിൽ ഹിറ്റാണ്. ഒരു കല്ലായും കൂടി വരും നമ്മളെ ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും. എന്തായാലും റാസിഖ് ഭായിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ കല്ലായി എഴുതണം എന്നൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാവരും പ്രതീക്ഷിക്കുക. എല്ലാ നന്മകളും എല്ലാ ആശംസകളും. വീണ്ടും നമ്മളെ എല്ലാ ആൽബങ്ങളും കാണാൻ സപ്പോർട്ട് ചെയ്യുക അല്ലേ? എല്ലാവരും സപ്പോർട്ട്, ഇതുവരെയുള്ള എല്ലാവരും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. താങ്ക് യു.